ഒരു കിളി കൂടുണ്ടാക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കി നോക്കാം? അപ്പൂപ്പൻ താടികൾ ഓരോ എത്ര അപ്പൂപ്പൻ താടികൾ വരും. അപ്പോൾ ഒരു കുഷൻ പോലെ അപ്പോൾ ഒരു സമയത്ത് ഈ ഒരു കൂട് ഒരു തലമുറ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഡിസ്പോസ് ചെയ്യും. പിന്നെ വേറെ കൂടുണ്ടാക്കും. ഓരോ ദിനവും കൂടുണ്ടാക്കും. ഈ കൂട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്ന അറിയാം, ആദ്യം മെയില് ഡാൻസൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഫീമെയിലിനെ ആകർഷിപ്പിച്ചതിന് ശേഷം അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത ചെയ്യുന്ന വേറൊരു ആക്ടിവിറ്റി ഇതുപോലെ കൂടുണ്ടാക്കിയിട്ട് ഫീമെയിൽ അതിലിരുന്നുങ്ങാണ്ട് നോക്കും അതിന് ഓക്കെ ആണോ, എന്നിട്ട് എന്ത് ചെയ്യും, ഇത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കും. ഇത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പോകും, വേറെ കൂടുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനോഹരമായിട്ട് ആരാണോ കൂടുണ്ടാക്കുന്നത് അവർക്കാണ് മെയ്റ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. ആ സ്ഥലത്ത് മെയ്റ്റ് ചെയ്തിരുന്നിട്ട് ഇതിൽ മുട്ടടും. മുട്ട ഫീമെയിലും മെയിലും മാറി അടയിരിക്കും. അതിൻ്റെ പുറമെ അധിക സമയത്തും ഫീമെയിലായിരിക്കും അടയിരിക്കുന്നത്. മെയിൽ ആ സമയത്ത് പോയിട്ട് ഫുഡൊക്കെ കൊണ്ടുവരും, പുഴുക്കളൊക്കെ കൊണ്ടുവരും. പുഴുക്കൾ ഈ ഫീമെയിലിനും കൊടുക്കണം, കുട്ടികൾക്കും കൊടുക്കണം. കുട്ടികൾക്ക് ആ സമയത്ത് കൊടുക്കുന്ന സമയത്ത് അവർ ആ സമയത്ത് തന്നെ കാഷ്ടിക്കും. കാരണം അവർ ദഹന പ്രക്രിയ ഇങ്ങനെ ശരിയായി വരുന്നേ ഉണ്ടാവുള്ളൂ. ആ കാഷ്ടിക്കുന്ന ആ സാധനമല്ലേ, അത് മെയിലോ ഫീമെയിലോ കഴിക്കും. അതവർക്ക് പ്രോട്ടീൻ ആണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു സമയം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്തുങ്ങാണ്ട് ഇതേപോലെ ചെയ്യും. പിന്നെ അടുത്തതിന് വേറെ കൂടുണ്ടാകും.